നമ്മുടെ ഈ റോന്ത് എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീഷ് പോത്തന്റെ ഒരു ഗ്ലാസ് സീനാണ് അല്ലേ? അതെ അതെ. അത് സാധാരണ നമ്മൾ പറഞ്ഞല്ലോ, ഷുഗർ ഗ്ലാസ് പോലുള്ള ഗ്ലാസ്സുകളൊക്കെയാണ് സിനിമയിൽ ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മുടെ ഷാഹിബ് സാറ് എപ്പോഴും ഒറിജിനാലിറ്റി, റിയൽ സാധനം പുള്ളിക്ക് എപ്പോഴും വേണം. അപ്പോൾ പുള്ളി പറഞ്ഞു, ഒരു പ്രാന്തന് ഒരു വെട്ടുകത്തി വെട്ടുമ്പോൾ ഗ്ലാസ് ബ്രേക്ക് ആവുന്ന ഒരു ഷോട്ട് ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, മറ്റേ ഷുഗർ ഗ്ലാസ് ഫീൽ ചെയ്യും, നമുക്ക് ഒറിജിനൽ ഗ്ലാസ് വെച്ചത് എങ്ങനെ ഇംപ്രോവൈസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ഒറിജിനൽ ഗ്ലാസ്സിലാണ് അത് ചെയ്തത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ ദിലീഷ് പോത്ത സാറിനെ സേഫ് ആക്കിയതിന് ശേഷം ഇപ്പുറത്ത് മറ്റൊരു ക്ലാസ്സാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് പുള്ളിക്ക് പരിക്ക് പറ്റാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഒരു പുതിയൊരു മെത്തേഡാണ് നമ്മൾ അതിൽ ഉപയോഗിച്ചത്. ഫൈറ്റ് പോലും കൊറിയോഗ്രാഫഡ് അല്ലായിരുന്നു, ഒറിജിനൽ തന്നെയായിരുന്നു. ആക്സിഡന്റ് സീനൊക്കെ ഒറിജിനൽ ചെയ്തു. ഇപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ആ കുട്ടിയെ ഒരു ഭരണിക്കുള്ളിൽ അടച്ചിട്ട്, അപ്പൊ അവിടെ ഒരു അതാണ് അവിടെ ഒരു ഫൈറ്റ് ഉള്ളത്. ഫൈറ്റ്, അതെ അതെ. അതുപോലും കൊറിയോഗ്രാഫഡ് വേണ്ടെന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ ആദ്യം ഇത് കമ്പോസ് ചെയ്യും, ആരാണോ ഓപ്പോസിറ്റ്, ആരാണോ പുറത്ത്, അവരെ വെച്ച് ആദ്യം കമ്പോസ് ചെയ്യും. അപ്പോൾ കമ്പോസ് ചെയ്യുമ്പോഴും ഒരു ഡ്രാമ ഫീൽ ചെയ്യുന്ന കണ്ടപ്പോൾ സാറ് പറഞ്ഞു, നമുക്കിത് വേണ്ടത് ഒരു ഒറിജിനൽ, ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു ആ സീനിന്. അപ്പൊ ഞങ്ങൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേർക്കും ഇയാൾ എന്താണ് അറ്റാക്ക് ചെയ്യാൻ പോണെന്നുള്ളത് മറ്റാൾ അറിഞ്ഞിട്ടില്ല. കുറച്ച് വട്ടും കൂടി ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ചന്ദ്രേട്ടൻ ഞാൻ ഒരുമിച്ചാണ് ആർട്ടിൽ വർക്ക് ചെയ്തിരുന്നത്. പുള്ളി ആർട്ടിസ്റ്റ് ആ ലെവലിലേക്ക് പോയി. ഉയരയിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, കുറിച്ചുമറിയത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ബെസ്റ്റ് സീനായിരുന്നു റോന്തിലെ. റോന്തിലെ, അതെ അതെ.